ഇലാസ്റ്റിക് ഇല്ലാത്ത ബെഡ്ഷീറ്റുകൾക്ക് ഇലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് മുൻപ് ഞാനതൊന്നൊരു പേപ്പറിൽ വെട്ടി കാണിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റ് 4 ഇതുപോലെ മടക്കിയെടുക്കണം. അത് 4 മടക്കുമ്പോൾ ഇതുപോലെ ഓപ്പണായ ഭാഗം ഉണ്ടാവും. ഇത് 4 വശം ഓപ്പണായ ഭാഗം ഉണ്ടാവില്ല, ഒരു വശം 4 ഓപ്പൺ ആയതുണ്ടാവും. ആ വശത്ത് നമുക്ക് നമ്മുടെ ബെഡിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ടാപ്പ് വെച്ച് അടയാളപ്പെടുത്തി ഒന്ന് വെട്ടിയെടുക്കാം. കണ്ടപ്പോൾ ഈ ഓപ്പണായ ഭാഗം മാത്രം ആണ് നമ്മൾ വെട്ടുന്നത്. നമ്മുടെ ബെഡിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് വെട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ 9 ഇഞ്ചാണ് വെട്ടുന്നത്. ഇങ്ങനെ 4 വശവും ഈ 2 വശവും ഇങ്ങനെ ഒരു പെട്ടി പോലെ അടയാളപ്പെടുത്തിയിട്ട് അത് വെട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ ബെഡ്ഷീറ്റ് ഇങ്ങനെയായിരിക്കും. 4 വശവും ഇതുപോലെ വെട്ടിയിട്ട് ഇനി ഈ വെട്ടിയ ഭാഗങ്ങൾ നമുക്കൊന്ന് ചേർത്ത് ഇതുപോലെ നല്ല വശവും ചേർത്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പെട്ടി പോലെ കിട്ടും. 4 വശം ഇതുപോലെ തയ്ച്ചെടുക്കണം. പിന്നെ ഈ അരികുകളൊക്കെ ഇതുപോലെ. ഇനി നമുക്ക് തുണിയിൽ വെട്ടിയിട്ടത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹലോ, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ്. ഇലാസ്റ്റിക് ഇല്ലാതെ പ്ലെയിനായ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഞാനിതിനെ 4 മടക്കിയെടുത്തു. ഈ ബെഡ്ഷീറ്റ് നമ്മൾ 4 മടക്കാം. എന്നിട്ട് അതിൻ്റെ ഓപ്പണായ ഭാഗം, തുറന്നിരിക്കുന്ന ആ ഭാഗത്ത് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കാം. സാധാരണ ബെഡൊക്കെ ആണെങ്കിൽ 9 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എമ്മയുടെ ബെഡാണ്. അതിന് ഞാൻ 9 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. 2 സൈഡിലും 9 ഇഞ്ച് അടയാളപ്പെടുത്തി അത് പെട്ടി പോലെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇപ്പോൾ സ്പ്രിംഗ് മാട്രസൊക്കെ ആണെന്ന് വെച്ചാൽ ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എമ്മയുടെ ബെഡിനൊക്കെ നമുക്ക് 9 ഇഞ്ച് മതിയാകും. ഓപ്പണായ ഭാഗം മാത്രം വെട്ടിയെടുത്താൽ മതിയാകും. ഇതുപോലെ സമത്തിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ആ ഭാഗങ്ങൾ ആ 4 വശവും ഒരു പെട്ടി പോലെ ഒന്ന് തയ്ച്ചെടുക്കാം. നമുക്കത് നല്ല വശവും ചേർത്തിട്ട് വെട്ടിയ വശം തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അരികെല്ലാം അവർ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ തയ്ക്കാത്ത ബെഡ്ഷീറ്റാണെങ്കിൽ ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം മടക്കി തയ്ക്കാം. ഇതിപ്പോൾ അവർ ഓൾറെഡി തയ്ച്ചതായതുകൊണ്ട് ഞാനിൻ്റെ തയ്ച്ചതിന് ശേഷം അരികെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് വലിച്ചു പിടിച്ച് തയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അറ്റത്ത് എത്തുമ്പോൾ തയ്ക്കരുത്. അതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലോട്ട് ഇടാനുള്ളതാണ്. ഓർമ്മയില്ലാതെ ഞാനത് തയ്ച്ചു പോയി. പക്ഷെ ആ ഭാഗം നമുക്കൊന്ന് വിടിയിച്ചാൽ മതിയാകും. നമ്മൾ 4 വശവും ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ 4 വശവും അറിയാതെ അറ്റം വരെ തയ്ച്ചു. ഇനി ആ വശം ഒന്ന് നമ്മൾ അറ്റത്ത് നമുക്കറിയാലോ, നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഒക്കെ അറ്റം ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഇലാസ്റ്റിക് ഇടാൻ പറ്റില്ല. അപ്പോൾ അറ്റം ഒന്ന് നമുക്ക് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സേഫ്റ്റി പിന്നിൽ കോർത്ത് നമുക്ക് ഇലാസ്റ്റിക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെയ്തു നോക്കിയപ്പോൾ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം വലിച്ച് തയ്ക്കുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. മടക്കി തയ്ച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം മടക്കി തയ്ക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു വേറെ ബെഡ്ഷീറ്റ് ചെയ്തപ്പോൾ. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ല വീതിയിലൊന്ന്
മടക്കി തയ്ച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് വലിച്ച് പിടിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി മുഴുവനായിട്ട് ഇലാസ്റ്റിക് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വലിച്ച് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ 4 വശവും ഇതുപോലെ വലിച്ച് പിടിച്ച് തയ്ച്ചു കൊടുക്കണം. ഇപ്പം എല്ലാ വശവും തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വിടിയിച്ച ഭാഗം നമുക്കൊന്ന് ചേർത്ത് തയ്ച്ച് വൃത്തിയിൽ തയ്ച്ച് കൊടുക്കണം. ഈ ഭാഗം തയ്ച്ചു കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി വിടിയിച്ച ഭാഗങ്ങൾ നമുക്കൊന്ന് ചേർത്ത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് മുഴുവനായിട്ട് ഇട്ട് അറ്റം വരെ നമ്മൾ വലിച്ചു പിടിച്ച് തയ്ച്ചിട്ടുണ്ട്. ഈ അറ്റത്തും ഇതുപോലെ നല്ല ഭംഗിയിലൊന്ന് തയ്ച്ചെടുക്കാം. ഇലാസ്റ്റിക് എല്ലാം ഇട്ട് നമുക്ക് ബെഡിലൊന്ന് ഇട്ട് നോക്കാം. കണ്ടോ, നമ്മൾ അടിയിൽ നല്ല വൃത്തിക്ക് ഇതിടാൻ പറ്റും, വലിച്ചിടാം. ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവില്ല, കറക്റ്റ് പാകത്തിന് കിടക്കും. എങ്ങനെയുണ്ട്, കൊള്ളാമോ ബെഡ്ഷീറ്റ്? നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. കണ്ടപ്പോൾ സൂപ്പറല്ലേ? എങ്ങനെയുണ്ട്, കൊള്ളാമോ? അധികം സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് അടിഭാഗം നോക്കാം. കണ്ടോ, അടിയിലോട്ട് ഇത് നമുക്ക് നന്നായിട്ട് വലിച്ചിടാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.